ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തനിയെ ക്യാമറ സെറ്റ് ചെയ്ത് എടുത്ത വീഡിയോ ആണിത്. എനിക്കിതിന് കഴിയുമോ എന്ന് സംശയമായിരുന്നു. എന്നാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, യു ക്യാൻ ഡു ഇറ്റ്, ജസ്റ്റ് ട്രൈ ഇറ്റ്. മോർ ഓവർ ദർ ഇസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം ഫോർ എവറിത്തിങ്. ഈ മോട്ടിവേഷനും കൂടി ആയപ്പോൾ എനിക്ക് ധൈര്യം വന്നു. ബിലീവ് മീ, ഇറ്റ് വാസ് ഇൻ ദാറ്റ് ഡിഫിക്കൽട്ട് ആസ് ഐ എവർ ഇമാജിൻഡ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഏത് കാര്യം ചെയ്യുമ്പോഴും കോൺഫിഡൻസോടും ധൈര്യത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മളതിൽ വിജയിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 4-4.5 വർഷമായിട്ട് യൂട്യൂബ് തുടങ്ങണമെന്ന് ആലോചിച്ചതാണ്. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഇത്രയും ഡിലേ ആയിപ്പോയത്. പക്ഷേ ചെയ്തു വന്നപ്പോഴല്ലേ മനസ്സിലായത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളത്. എനിവേ, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ. ഓൺ ദിസ് നോട്ട് നമുക്ക് ഇന്നത്തെ ഡിഷിലേക്ക് കിടക്കാം. ഇന്ന് നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ. ഞാൻ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ ഇട്ടതിന് ശേഷം സ്ലൈസ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കുന്നു. ഗാർലിക് ഇട്ടിട്ട് ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് സ്പൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കണം. ഗ്രീൻ ചില്ലി ഇട്ട ശേഷം ഗ്രീൻ ലീഫ് ഇട്ട് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടണം. ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, ഫെനിഗ്രിക് പൗഡർ, ഇത് മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പുളി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു ലെമൺ സൈസ്ഡ് പുളി എടുത്ത് ചെറിയ ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ½ an hour വെച്ചിരുന്നു. അതിൽ നിന്നിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത വെള്ളമാണിത്. അതൊഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ വയ്ക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ ഇടേണ്ടത്. വെള്ളം നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 400 grams ട്യൂണ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റൈലിൽ ഏത് ഫിഷ് വെച്ച് ഉണ്ടാക്കാം, പക്ഷേ ഇന്ന് ഞാൻ ട്യൂണ ഫിഷ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് കഴുകിയാൽ കുറച്ചുകൂടെ സ്മെല്ലൊക്കെ പോകും. കഴുകി വെച്ചിരുന്ന ഫിഷിന് ഇട്ട് കൊടുക്കുന്നു. ഒരു 400 grams ഉണ്ടത് ഇട്ട് നന്നായി ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഷുഗർ ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് ഷുഗർ. അത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. മീനൊക്കെ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അത് മീൻ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ട് തിളച്ച് വരുന്നത്. ഇനി ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഒരു 7 minute ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അടച്ചു വെച്ചിട്ട് 7 minute ഹൈ ഫ്ലെയിമിലും 5 minute ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അടപ്പം തുറന്നു വെച്ചിട്ട് ഒരു 3 minute കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കുക. ഫിഷ് കറി റെഡിയായി. ഈ ഫിഷ് കറി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും വളരെ നല്ല കോമ്പിനേഷനാണ്. ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റ് കൂടും. ഞാൻ ഏത് ഫിഷ് കിട്ടിയാലും ഈ രീതിയിലുണ്ടാക്കും, ഈ സ്റ്റൈലിലുണ്ടാക്കും. എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഫിഷ് കറിക്ക് വളരെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ ഡിഷ്. See you later. Bye bye.